26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. വിശപ്പിന് മുന്നിൽ ചികിത്സ പോലും പൂർണ്ണമാകില്ല എന്ന തിരിച്ചറിവാണ് കോതമംഗലത്ത് ഒരു വലിയ നന്മയ്ക്ക് വഴി തുറന്നത്. ഒരു സർക്കാർ ആശുപത്രി കേവലം മരുന്നും ചികിത്സയും നൽകുന്ന ഇടം മാത്രമല്ല, കരുതലിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും അഭയകേന്ദ്രമാകണമെന്ന് തെളിയിക്കുകയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി. ഇവിടെ വിശപ്പിന്റെ വിളി കാരണം ആരുടെയും ചികിത്സ മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിശപ്പുരഹിത ആശുപത്രി പദ്ധതി വിജയകരമായ 2 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോളിന്റെ മനസ്സിലുദിച്ച കാരുണ്യത്തിന്റെ ഈ വലിയ ആശയം ഇന്ന് നൂറുകണക്കിന് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വലിയൊരു ആശ്വാസമാണ്. ആശുപത്രിയിലെ ചികിത്സാ സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനും രോഗി സൗഹൃദമാക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികളാണ് ഈ പദ്ധതിക്ക് ഒപ്പം നിന്ന് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇവിടെ എത്തുന്ന നിർധനരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും, പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിൽ നിന്നുള്ളവർക്കും ദിവസേന 3 നേരവും സൗജന്യമായാണ് ഈ പദ്ധതിയിലൂടെ ഭക്ഷണം നൽകി വരുന്നത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രോജക്റ്റ്. കഴിഞ്ഞ മാസം ഇത് 2 വർഷം വിജയകരമായി പൂർത്തീകരിച്ചു. ഇത് പൂർണ്ണമായും സ്പോൺസർ ചെയ്യുന്നത് പൊതുജനങ്ങളാണ്. നമ്മൾ 3 നേരവും സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. ഇത് ഓരോ നേരവും സ്പോൺസർഷിപ്പ് കണ്ടെത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ സ്ഥിരമായി എല്ലാ മാസവും ഫുഡ് സ്പോൺസർ ചെയ്യുന്ന സന്നദ്ധ സംഘടനകളും അതുപോലെ സ്ഥാപനങ്ങളും വ്യക്തികളുമുണ്ട്. ഇങ്ങനെ ഏകദേശം നമ്മുടെ റിക്വയർമെന്റിന്റെ 1/3 ഭാഗം ഇങ്ങനെ സ്ഥിരമായി സ്പോൺസർ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 1/2 ഭാഗവും സാധാരണ ജനങ്ങളാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. സാധാരണക്കാരായ മനുഷ്യർ അവരുടെ കുഞ്ഞുങ്ങളുടെ ജന്മദിനങ്ങളും മാതാപിതാക്കളുടെ ഓർമ്മ ദിനങ്ങളൊക്കെ നമ്മുടെ രോഗികളോടൊപ്പം ആഘോഷിച്ചിട്ടാണ് ബാക്കിയുള്ള റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 വർഷം നമ്മൾ പൂർത്തീകരിച്ചു. നമ്മുടെ പാവപ്പെട്ട രോഗികൾക്കും ആദിവാസികൾ ഉൾപ്പെടെ കൂലിപ്പണിക്കാരുൾപ്പെടെ ഒരുപാട് പേർക്ക് വലിയ സഹായമാണ് ഈ ആഹാര വിതരണ പദ്ധതി. ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഈ സാധാരണ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരെയും തുടർന്നുള്ള സഹായം കൂടി ഇതിനെ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എങ്ങനെ ആകെ 1,70,000 പ്ലേറ്റ് ഭക്ഷണമാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. ജീവകാരുണ്യ പ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും പൂർണ്ണമായ പിന്തുണയോടെയാണ് ഇത് മുന്നോട്ടു പോകുന്നത്. ജന്മദിനം, വിവാഹവാർഷികം, ഓർമ്മദിനങ്ങൾ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഈ നന്മയുടെ ഭാഗമാകുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ലഹരി ഉപയോഗം വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ യുവാക്കളിലും വിദ്യാർത്ഥികളിലും കാരുണ്യ പ്രവർത്തനങ്ങളോടുള്ള ആഭിമുഖ്യം വളർത്തുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി ഇതിനു പിന്നിലുണ്ട്. ഈ പദ്ധതിയിലൂടെ ഈ 2 വർഷം കൊണ്ട് ഏകദേശം 1,70,000 പ്ലേറ്റ് ഭക്ഷണം നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ചത് എന്ന് പറയുന്നത് ഈ ആശുപത്രിയുടെ സൂപ്രണ്ട് സാംപോൾ സാറിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ്. നമ്മൾ കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന പേരിൽ 2024 ഫെബ്രുവരി മാസത്തിൽ സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കോതമംഗലം താലൂക്കിനകത്തുള്ള വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും എല്ലാം ചാരിറ്റിയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള ഒരു വേദി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇതെല്ലാം ഇതിൻ്റെ ഉപയോഗം കുട്ടികളിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരിൽ ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള മാനസിക നിലവാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്. ആ ആരംഭഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് ഒരു കമ്മിറ്റി അംഗമായിട്ട് ഈ കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് സാംപോൾ സാർ ഉണ്ടായിരുന്നു. സാംപോൾ സാറ് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ രോഗികൾക്ക് നമുക്കൊരു പദ്ധതി ആരംഭിക്കാം. അതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഇത്തരത്തിലുള്ള അവരുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള സ്വഭാവം രൂപീകരിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞത് പ്രകാരം ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രോജക്റ്റ് എന്ന ആശയം വരികയുണ്ടായി. ആ ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ ആശയം എന്ന് പറയുന്നത് ഇവിടെ ആളുകൾ വിശന്നിരിക്കുകയും അതുപോലെ വിശന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് സാർ വിശദീകരിച്ചു. കാരണം മലയോര മേഖലയാണ്, ധാരാളം ആദിവാസികൾ വരുന്നതാണ്. ഏകദേശം 10 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും
ഉള്ള ജനങ്ങളാണ് ഇവിടെ വരുന്നത്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകൾക്കിടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. അവിടെയുള്ള നിർധനരായ രോഗികൾക്ക് പലപ്പോഴും അവർക്ക് വീടുകളിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ആളുകൾ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഇടയ്ക്ക് സന്നദ്ധ സംഘടന കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ അവർ ശേഖരിച്ച് വെച്ച് വൈകിട്ടൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അത് കമ്മിറ്റി അംഗങ്ങളായ മറ്റുള്ളവരെല്ലാം അത് സ്വാഗതം ചെയ്തു. നമ്മളത് പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു. അപ്പം അത് അങ്ങനെ ആ പ്രോജക്റ്റ് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാമെന്ന് പറയുകയും അതിൻ്റെ തുടർച്ചയായിട്ട് പാലിയേറ്റീവ് വാർഡും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റും ഒക്കെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ആദ്യത്തെ നമ്മുടെ പരീക്ഷണ പ്രോജക്റ്റാണ്. ഈ കാരുണ്യത്തിന്റെ തണലിൽ എത്തിയവർക്ക് പറയാൻ നന്ദിയുടെ വാക്കുകൾ മാത്രമാണുള്ളത്. ഇവിടെ എത്തിയ ശേഷം തങ്ങൾ വിശപ്പറിഞ്ഞിട്ടില്ലെന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന തങ്ങൾക്ക് ഈ സൗജന്യ ഭക്ഷണം ഒരു വലിയ താങ്ങാണെന്നുമാണ് ചികിത്സയ്ക്ക് എത്തിയവരും അവരുടെ പ്രിയപ്പെട്ടവരും സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരാഴ്ചയായി ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കാല് വയ്യാതെ വന്നതാണ്. ഇവിടെ വന്ന അന്ന് മുതൽ ഭക്ഷണം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ 3 നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ട്. വിശപ്പ് എന്നാന്ന് ഇവിടെ വന്നേ പിന്നെ അറിഞ്ഞിട്ടില്ല. ഒരു സാധനം ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കലില്ല. ഇവിടുന്ന് തന്നെയാണ് ഇവിടുന്ന് ചേട്ടനുള്ളതും എനിക്കുള്ളതും ഭക്ഷണം കിട്ടുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ വിജയകരമായി മുന്നേറുന്ന ഈ വിശപ്പുരഹിത ആശുപത്രി പദ്ധതിക്ക് ഇനിയും ഒരുപാട് നാളുകൾ ഇതേപോലെ മുന്നോട്ടു പോകാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ആവശ്യമാണ്. നമുക്കോരോരുത്തർക്കും കൈകോർക്കാം. മനുഷ്യന്റെ വിശപ്പകറ്റുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെ എന്താണുള്ളത്? തുടർന്നും ഈ നന്മയുടെ പ്രയാണത്തിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകട്ടെ. Subscribe to One India and never miss an update.